പോലീസ് അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ അൻസിബ ഇന്ന് മൊഴി നൽകും. തൃക്കാക്കര ACP ഓഫീസിലാണ് മൊഴി നൽകുക. ലക്ഷ്മിപ്രിയയുടെ പരാതിയിൽ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് അധിക്ഷേപിച്ചു എന്നാണ് ആരോപണം. റഹീം വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. റഹീമെ, ഇത് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഒരു വാട്സാപ്പ് മെസ്സേജിൽ തുടങ്ങിയ ഒരു പ്രശ്നമാണ്. അത് ഒടുവിൽ പോലീസിന്റെ നിയമ നടപടിയിലേക്ക് വരെ കാര്യങ്ങളെ എത്തിച്ചേർത്തിരിക്കുന്നു. അൻസിബ എപ്പോഴാവും സ്റ്റേഷനിലേക്ക് ഹാജരാവുക? വിവരങ്ങൾ എങ്ങനെയാണ്? സേതു, നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തൃക്കാക്കരയിലെ ACP ഓഫീസിലെത്തി മൊഴി നൽകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ ഒരു പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ വിശദാംശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വനിതാ സെല്ലിൽ, അതായത് തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസ് സ്റ്റേറ്റ് പോലീസ് സ്റ്റേഷന് കീഴിലുള്ള വനിതാ സെല്ലിലേക്ക് എത്തുകയും അവിടെ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥരടക്കം തന്നെ അധിക്ഷേപിച്ചു എന്നുള്ളതാണ് അൻസിബയുടെ പരാതിയിൽ പറയുന്നത്. ഈ പരാതി മുഖ്യമന്ത്രിക്കും DGP, അതായത് പോലീസ് സ്റ്റേഷനിൽ തനിക്ക് നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് DGPക്കും മുഖ്യമന്ത്രിക്കും അൻസിബ പരാതി നൽകിയിരുന്നു. ഈ പരാതി, മുഖ്യമന്ത്രിയുടെ പരാതി DGPക്ക് കൈമാറുകയും അതിന്റെ തുടർ നടപടികൾക്കായി തൃക്കാക്കര ACP ഓഫീസിലേക്ക് കൈമാറുകയുമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അൻസിബ തൃക്കാക്കര ACP ഓഫീസിലേക്ക് മൊഴി നൽകാനായി എത്തുന്നത്. പ്രധാനമായും തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തന്നെ അധിക്ഷേപിച്ചു എന്നുള്ളതാണ് ആ പരാതിയിലെ പ്രധാനപ്പെട്ട ആരോപണം. ഏതായാലും ആ വിഷയത്തിൽ ACP വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തും. ഇത് അമ്മയെ ഏത് രീതിയിലായിരിക്കും പ്രതിരോധത്തിലാക്കുക? കാരണം എന്ന് വെച്ചാൽ ഇപ്പം എന്ത് വന്നാലും അത് ജനറൽ ബോഡി ചർച്ച ചെയ്യാം, അതിനുശേഷം തീരുമാനിക്കാം, ആ ഒരു നിലപാടാണല്ലോ. മാത്രമല്ല അൻസിബയുടെ അടുത്ത് നേരിട്ട് എത്താനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അൻസിബ അതിന് തയ്യാറാവില്ലെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു പോലീസ് നടപടിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചേരുമ്പോൾ അത് അമ്മയെ കൂടുതൽ പ്രതിരോധത്തിലാക്കില്ലേ? ഇത് സ്വാഭാവികമായും. കാരണം അമ്മ സംഘടനയിൽ, അതായത് ഈ അൻസിബയുടെ പരാതി അമ്മ എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്നൊരു നിലപാടാണ് അമ്മയുടെ പ്രസിഡന്റായിട്ടുള്ള ശ്വേതാ മേനോൻ സ്വീകരിച്ചത്. പക്ഷേ ആ നിലപാടിനെതിരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തന്നെ രംഗത്തെത്തിയിരുന്നു. അതിൽ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത് എക്സിക്യൂട്ടീവിൽ തന്നെ ഈ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേൾക്കണം, അൻസിബയ്ക്ക് പറയാനുള്ളത് കേൾക്കണം എന്നുള്ളതായിരുന്നു. അതേസമയം ശ്വേത പറഞ്ഞത് ജനറൽ ബോഡി വരികയാണ്, ആ ജനറൽ ബോഡിയിൽ ഈ പരാതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളുണ്ട്, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്നുള്ളതായിരുന്നു ശ്വേതാ മേനോൻ സ്വീകരിച്ച നിലപാട്. ഏതായാലും ഈ അമ്മയ്ക്കുള്ളിൽ തന്നെ 2 നിലപാട് വന്ന സാഹചര്യത്തിൽ, കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് അമ്മ അംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നം പുറത്തേക്കെത്തുന്നു, അതിപ്പോൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. സ്വാഭാവികമായും ഇനി അമ്മയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നിലവിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തമ്മിൽ തന്നെ വലിയ രീതിയിൽ തന്നെയുള്ള പ്രശ്നങ്ങളും അവർ തമ്മിൽ വാഗ്വാദങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം അമ്മ സംഘടനയിലുണ്ട്. ഇതിൽ മുതിർന്ന താരങ്ങളടക്കം വലിയ രീതിയിലുള്ള അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇനി അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുമോ, അതോ ശ്വേതാ മേനോൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനറൽ ബോഡിയിലായിരിക്കുമോ ഈ വിവരങ്ങളെല്ലാം ചർച്ച ചെയ്യുക എന്നത് ഇനി ഇപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ എങ്ങനെയാകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും അൻസിബയുടെ പരാതിയിൽ, ഇന്ന് അൻസിബ നൽകിയിട്ടുള്ള പരാതിയിൽ ഇന്നിപ്പോൾ ACP ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുകയാണ്. ഈ കാര്യങ്ങളാകും. കാര്യങ്ങൾ നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നു. അൻസിബ ഇന്ന് മൊഴി നൽകും. പ്രിയപ്പെട്ട